നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ നിങ്ങളിപ്പോൾ കാണുന്നത് ഒരു യാദൃശ്ചിക കാര്യമല്ല. ചിലപ്പോൾ ദൈവം നമ്മളെ ചില പ്രത്യേക സന്ദേശങ്ങളിലേക്ക് തന്നെ നയിക്കാറുണ്ട്. അത് നമ്മൾ തിരിച്ചറിയുന്നുണ്ടോ ഇല്ലയോ എന്നത് വേറെ കാര്യം. പക്ഷെ ഇന്ന് നിങ്ങൾ ഈ വീഡിയോ തുറന്ന് കാണുന്നുണ്ടെങ്കിൽ അതിനു പിന്നിൽ ഒരു ചെറിയ ദൈവസങ്കല്പം ഉണ്ടായിരിക്കാം. കാരണം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു സാധാരണ വിഷയമല്ല. ഇത് ചോറ്റാനിക്കര അമ്മയുടെ ഒരു പ്രത്യേക അനുഗ്രഹ സന്ദേശമാണ്. അമ്മയുടെ അനുഗ്രഹം ലഭിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ചില അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട്. ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്താണ് ദൈവത്തിൻ്റെ കൃപ നമ്മളിലേക്ക് എത്തുന്നത്. ചിലർക്കത് ഒരു ചെറിയ സന്തോഷ വാർത്തയായിട്ട് വരാം. ചിലർക്കത് ഒരു വലിയ പ്രശ്നത്തിൽ നിന്ന് മോചനമായി വരാം. ചിലർക്കത് ഒരു പുതിയ അവസരമായി വരാം. എന്നാൽ ദൈവത്തിൻ്റെ അനുഗ്രഹം എത്തുന്നതിന് മുൻപ് പലപ്പോഴും ഒരു സൂചനയുണ്ടാകും. അതാണ് ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങൾക്കായി എത്തുന്നത്. ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ കാണുന്നത് ചോറ്റാനിക്കര അമ്മയുടെ 3 വ്യത്യസ്ത ഭാവങ്ങളാണ്. ഈ 3 ഭാവങ്ങൾക്കും വ്യത്യസ്തമായ ഒരു ശക്തിയും ഒരു സന്ദേശവുമുണ്ട്. ഓരോ ഭാവവും നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പ്രത്യേക മേഖലകളെക്കുറിച്ച് ഒരു സൂചന നൽകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വളരെ ലളിതമായ ഒരു കാര്യമാണ്. ഈ 3 ഭാവങ്ങളിൽ നിങ്ങളുടെ മനസ്സിനെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഒരു ഭാവം മാത്രം തിരഞ്ഞെടുക്കുക. അതായത് 1ാമത്തെ ഭാവം, 2ാമത്തെ ഭാവം, 3ാമത്തെ ഭാവം. പക്ഷേ ഒരു നമ്പർ വെറുതെ തിരഞ്ഞെടുക്കരുത്. തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് ഒരു ചെറിയ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഒരു നിമിഷം നിങ്ങൾ കണ്ണുകളടച്ച് ചോറ്റാനിക്കര അമ്മയെ മനസ്സിൽ ധ്യാനിക്കുക. അമ്മയുടെ രൂപം മനസ്സിൽ കാണുക. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ എന്ത് പ്രശ്നങ്ങളാണോ ഉള്ളത് അവയെല്ലാം അമ്മയുടെ കാൽക്കൽ സമർപ്പിക്കുക. നിങ്ങളുടെ മനസ്സിലുള്ള വിഷമങ്ങൾ, ഭയങ്ങൾ, ആശങ്കകൾ, സ്വപ്നങ്ങൾ എല്ലാം അമ്മയുടെ മുന്നിൽ തുറന്നു പറയുക. അമ്മ ഒരു മാതാവാണ്. ഒരു അമ്മയ്ക്ക് മക്കളുടെ മനസ്സ് മനസ്സിലാക്കാൻ സമയം വേണ്ട. അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥന അമ്മ കേൾക്കാതെ പോകില്ല. ഇപ്പോൾ നിങ്ങളുടെ മനസ്സ് സ്വാഭാവികമായിട്ട് പറയുന്ന ഒരു ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. അത് 1ാം നമ്പർ ആവാം, 2ാം നമ്പർ ആവാം, അല്ലെങ്കിൽ 3ാം നമ്പർ ആകാം. തിരഞ്ഞെടുക്കാൻ കുറച്ച് സമയമെടുക്കുക. അവസരമുണ്ടെങ്കിൽ വീഡിയോ ഒരു നിമിഷം പോസ് ചെയ്യാം. ശേഷം നിങ്ങളുടെ മനസ്സ് പറയുന്ന ആ ഒരു ചിത്രം തന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഭാവം നിങ്ങളുടെ ജീവിതത്തിൽ അടുത്ത ദിവസങ്ങളിൽ സംഭവിക്കാവുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് ഒരു സൂചന നൽകും. അത് ഒരു സന്തോഷ വാർത്തയായിരിക്കാം, അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിനുള്ള പരിഹാരമായിരിക്കാം, അല്ലെങ്കിൽ ഒരു പുതിയ അവസരത്തിൻ്റെ വാതിൽ തുറക്കുന്നതായിരിക്കാം. പക്ഷേ ഒരു കാര്യം മാത്രം ഞാൻ നിങ്ങളോട് പറയുകയാണ്. ദൈവത്തിൻ്റെ സന്ദേശങ്ങളെ നമ്മൾ ഭയത്തോടെ കാണേണ്ടതില്ല. അതിനെ ഒരു വഴികാട്ടിയായി മാത്രം കാണണം. കാരണം ദൈവം നമ്മളെ ഭയപ്പെടുത്താനല്ല, നമ്മളെ സഹായിക്കാനാണ് ശ്രമിക്കുന്നത്. ചോറ്റാനിക്കര അമ്മയുടെ അനുഗ്രഹം എത്ര ശക്തമാണെന്ന് അമ്മയെ വിശ്വസിക്കുന്നവർക്ക് നന്നായി അറിയാം. നിരവധി ആളുകൾ അവരുടെ ജീവിതത്തിലെ വലിയ പ്രശ്നങ്ങളിൽ നിന്ന് അമ്മയുടെ അനുഗ്രഹം കൊണ്ട് മോചനം ലഭിച്ചതായിട്ട് പറയാറുണ്ട്. ചിലർക്ക് വർഷങ്ങളായിട്ട് നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ പോലും അമ്മയുടെ കൃപ കൊണ്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അമ്മയെ വിശ്വസിക്കുന്ന ഭക്തർ അമ്മയെ ഒരു ദൈവമായി മാത്രം കാണാത്തത്. അവർ ഒരു കരുണാമയിയായ മാതാവായിട്ടാണ് അമ്മയെ കാണുന്നത്. അമ്മയെ ഹൃദയം നിറഞ്ഞു വിളിക്കുന്നവർക്ക് അമ്മ ഒരിക്കലും കൈവിടില്ല എന്ന് പലരും വിശ്വസിക്കുന്നു. ഇപ്പോൾ തിരഞ്ഞെടുക്കുന്ന ഭാവം അത് അമ്മയുടെ അനുഗ്രഹത്തിൻ്റെ ഒരു ചെറിയ സൂചനയായിട്ട് മാറാം. അത് നിങ്ങൾ തിരിച്ചറിയുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ചിത്രം നന്നായിട്ട് മനസ്സിൽ സൂക്ഷിക്കുക. കാരണം ഇനി ഞാൻ പറയാൻ പോകുന്ന ഫലം നിങ്ങൾ തിരഞ്ഞെടുത്ത ചിത്രത്തിനെ ആശ്രയിച്ചിരിക്കും. പക്ഷേ അതിനു മുൻപ് ഒരു ചെറിയ കാര്യം കൂടി. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒരു നിമിഷം മനസ്സിൽ പ്രാർത്ഥിക്കുക. അമ്മേ നാരായണ, എനിക്ക് ശരിയായ വഴി കാട്ടിത്തരയണമേ. ആ ഒരു മന്ത്രം, ആ ഒരു പ്രാർത്ഥന അത് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ചോറ്റാനിക്കര അമ്മയിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അമ്മേ നാരായണ എന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ ഇനി നമുക്ക് ഫലത്തിലേക്ക് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഏറ്റവും ആദ്യം തന്നെ 1ാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവർക്ക് വേണ്ടിയിട്ടുള്ള സന്ദേശമാണ് പറയുന്നത്. ആദ്യം തന്നെ 1ാമത്തെ ചിത്രം തിരഞ്ഞെടുക്കുന്ന എല്ലാ ഭക്തർക്കും ചോറ്റാനിക്കര അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ ഈ ചിത്രം തിരഞ്ഞെടുക്കുന്നത് വെറും ഒരു യാദൃശ്ചിക കാര്യമല്ല. ചിലപ്പോൾ നമ്മളൊരു ചിത്രം തിരഞ്ഞെടുക്കുമ്പോൾ അത് വെറുമൊരു തിരഞ്ഞെടുപ്പല്ല. നമ്മുടെ മനസ്സും നമ്മുടെ ആത്മാവും ആ ശക്തിയിലേക്ക് ആകർഷിക്കപ്പെടുന്ന ഒരു നിമിഷമാണത്.
അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുക്കുന്നവർക്ക് അമ്മയുടെ ഒരു പ്രത്യേക സന്ദേശം എത്തുന്നുണ്ട്. നിങ്ങൾ ജീവിതത്തിലെ പല കാര്യങ്ങളും ഹൃദയം നിറഞ്ഞ് ശ്രമിച്ച ആളുകളായിരിക്കും. പക്ഷെ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയിരിക്കാം, എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ കാര്യങ്ങൾ ഇത്രയും വൈകുന്നത്? നിങ്ങൾ മറ്റുള്ളവരെക്കാൾ കുറച്ച് പരിശ്രമിക്കുന്ന ആളല്ല, പക്ഷെ പലപ്പോഴും നിങ്ങൾക്ക് ഫലം വൈകിയാണ് വരുന്നത്. ഇത് പലപ്പോഴും നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ വിഷമിപ്പിച്ചിട്ടുണ്ടാകാം. പക്ഷെ അമ്മ പറയുന്ന ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കണം. ദൈവം ചിലർക്ക് അനുഗ്രഹം നൽകുന്നത് വൈകിയാണെങ്കിലും അത് വലിയ രീതിയിലാണ് വരുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വലിയ മാറ്റത്തിന്റെ സൂചനയാണ് കാണുന്നത്. ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുക്കുന്നവർക്ക് അടുത്ത കാലത്ത് ജീവിതത്തിലെ ഒരു പ്രധാന മാറ്റം സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഈ മാറ്റം ചിലപ്പോൾ നിങ്ങളിപ്പോൾ കരുതാത്ത വഴിയിലൂടെ ആയിരിക്കും. നിങ്ങൾ ഏറെ നാളായിട്ട് കാത്തിരിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ മുന്നോട്ട് പോകാൻ തുടങ്ങുന്നത്. അത് ഒരുപക്ഷെ ഒരു ജോലിക്കാര്യമാകാം, ഒരു സാമ്പത്തിക കാര്യമാകാം, ഒരു കുടുംബ പ്രശ്നത്തിനുള്ള പരിഹാരമാകാം, അല്ലെങ്കിൽ ഒരു വലിയ അവസരമാകാം. ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കാം സംഭവിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ ഏറെ നാളായിട്ട് കാത്തിരുന്ന ഒരു കാര്യം അവസാനം അപ്രതീക്ഷിതമായിട്ട് സംഭവിക്കാറുണ്ട്. അത് സംഭവിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയും ഇത് ദൈവത്തിൻ്റെ സമയമാണ് എന്നുള്ളത്. ഇനി അടുത്തതായിട്ട് നിങ്ങളുടെ സാമ്പത്തിക കാര്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുക്കുന്നവർക്ക് സാമ്പത്തികമായി ഒരു ചെറിയ പുരോഗതി കാണാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് പണം സംബന്ധിച്ച് ചില ആശങ്കകൾ നിങ്ങളിൽ ഉണ്ടായിരുന്നു. പണം വന്നാലും അത് നിലനിൽക്കാത്ത ഒരു അവസ്ഥ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകാം. പക്ഷെ ഇപ്പോൾ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ചെറിയ രീതിയിൽ ഒരു സാമ്പത്തിക സ്ഥിരത വരാൻ തുടങ്ങും. ചിലപ്പോൾ ഒരു പുതിയ വരുമാന മാർഗം നിങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടാം, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ ഒരു മുന്നേറ്റം ഉണ്ടാകാം. ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെയാണ് സാമ്പത്തിക പുരോഗതി വരുന്നത്. ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുക്കുന്നവർ സാധാരണയായി വളരെ സ്നേഹമുള്ള ആളുകളാണ്. നിങ്ങൾ മറ്റുള്ളവർക്കായിട്ട് വളരെയധികം കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാകുന്നവരാണ്. പക്ഷേ പലപ്പോഴും നിങ്ങളുടെ ഈ നല്ല മനസ്സ് മറ്റുള്ളവർ ഉപയോഗിച്ചിട്ടുണ്ടാകാം എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ഉള്ളിൽ ആ ഒരു വേദനയുണ്ടായിരിക്കാം. പക്ഷേ അമ്മ പറയുന്ന ഒരു സന്ദേശം ഇതാണ്: നിങ്ങളുടെ നല്ല മനസ്സ് ഒരിക്കലും മാറ്റരുത്. കാരണം നിങ്ങളുടെ ഈ ഒരു സത്യസന്ധത തന്നെയാണ് നിങ്ങളെ അനുഗ്രഹത്തിലേക്ക് നയിക്കുന്നത്. ഈ ചിത്രം തിരഞ്ഞെടുക്കുന്നവർക്ക് വളരെ പെട്ടെന്ന് ഒരു സന്തോഷ വാർത്ത കേൾക്കാൻ സാധ്യതയുണ്ട്. ഇത് നിങ്ങൾ ഏറെ നാളായിട്ട് കാത്തിരുന്ന ഒരു കാര്യമായിരിക്കാം. ചിലപ്പോൾ ഒരു ചെറിയ വാർത്ത പോലും നമ്മുടെ മനസ്സിൽ വലിയ സന്തോഷം നൽകും. ഈ സന്തോഷ വാർത്ത നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ പ്രതീക്ഷ നൽകും എന്നതാണ്. ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുക്കുന്നവരുടെ ജീവിതത്തിൽ ഒരു പുതിയ വ്യക്തി എത്താൻ സാധ്യതയുണ്ട്. ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല മാറ്റത്തിന് കാരണമാകാം. അത് ഒരുപക്ഷെ ഒരു സുഹൃത്താകാം, ഒരു സഹപ്രവർത്തകനോ സഹപ്രവർത്തകയോ ആകാം, ഒരു ബന്ധുവാകാം, അല്ലെങ്കിൽ ഒരു സഹായകരമായ വ്യക്തിയാകാം. ഇതിൽ ആരെങ്കിലും ആയിരിക്കാം. ഈ വ്യക്തിയുടെ വരവ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ വഴിക്ക് തുടക്കം കുറിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ നടക്കാൻ തുടങ്ങുമ്പോൾ ചിലർക്ക് അത് ഇഷ്ടമല്ലാതിരിക്കാം. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയേണ്ടതില്ല എന്നതാണ്. ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്നതാണ് നല്ലത്. കാരണം നമ്മുടെ സന്തോഷം ചിലപ്പോൾ മറ്റുള്ളവരുടെ അസൂയയ്ക്ക് കാരണമാകാം. ഈ ചിത്രം തിരഞ്ഞെടുക്കുന്നവർക്ക് ഒരു ചെറിയ പ്രാർത്ഥന ചെയ്യാം. രാത്രിയിൽ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ഒരു നിമിഷം കണ്ണടച്ച് അമ്മയെ മനസ്സിൽ ധ്യാനിക്കുക. ശേഷം മനസ്സിൽ പറയുക: അമ്മേ നാരായണ, ദേവി നാരായണ, എൻ്റെ ജീവിതം നീ വഴി നടത്തണം. ഈ പ്രാർത്ഥന നിങ്ങളുടെ മനസ്സിന് സമാധാനം നൽകും. ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുക്കുന്നവർക്ക് അമ്മയുടെ ഒരു പ്രധാന സന്ദേശം ഇതാണ്: നിങ്ങളുടെ ജീവിതം ഇപ്പോൾ മാറാൻ പോകുന്ന ഒരു ഘട്ടത്തിലാണ്. കഴിഞ്ഞ കാലത്തെ ബുദ്ധിമുട്ടുകൾ നിങ്ങളെ കൂടുതൽ ശക്തരാക്കിയിരിക്കുന്നു. ഇപ്പോൾ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ പ്രകാശം തെളിയാൻ പോകുന്നു. അതുകൊണ്ട് വിശ്വാസം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുക്കുന്നവർ കമന്റ് ബോക്സിൽ അമ്മേ നാരായണ എന്ന് രേഖപ്പെടുത്തുക. അമ്മയെ വിശ്വസിക്കുന്നവർക്ക്, അമ്മയെ പ്രാർത്ഥിക്കുന്നവർക്ക് അമ്മയുടെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടായിരിക്കും എന്നുള്ളതിൽ ഉറച്ചു വിശ്വസിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ സന്ദേശങ്ങളായിട്ട് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള സന്ദേശങ്ങളാണ് പറയുന്നത്. രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുക്കുന്ന എല്ലാ ഭക്തർക്കും ചോറ്റാനിക്കര അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. നിങ്ങൾ ഈ രണ്ടാമത്തെ ഭാവം തിരഞ്ഞെടുക്കുന്നത് ഒരിക്കലും ഒരു സാധാരണ കാര്യമല്ല. കാരണം പലപ്പോഴും നമ്മുടെ മനസ്സ് ദൈവിക ശക്തിയിലേക്ക് ആകർഷിക്കപ്പെടുമ്പോൾ അത് ഒരു പ്രത്യേക സന്ദേശം നൽകാനായിരിക്കും. രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുക്കുന്നവർ സാധാരണയായി ജീവിതത്തിലെ ഒരുപാട് ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്ത ആളുകളായിരിക്കും.
നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും വേണ്ടി ഒരുപാട് കാര്യങ്ങൾ സഹിച്ചിട്ടുണ്ടാകും. ചിലപ്പോൾ നിങ്ങളുടെ സ്വന്തം സന്തോഷം പോലും മാറ്റിവെച്ച് മറ്റുള്ളവരുടെ സന്തോഷത്തിനായിട്ട് ജീവിച്ചിട്ടുണ്ടാകും. ഇത് നിങ്ങളുടെ മനസ്സിന്റെ ആ ഒരു മഹത്വത്തെയാണ് കാണിക്കുന്നത്. പക്ഷെ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയിരിക്കാം, എനിക്ക് വേണ്ടി ആരും ഒന്നും ചെയ്യുന്നില്ല. ഈ ചിന്ത നിങ്ങളുടെ മനസ്സിൽ പലതവണ വന്നിട്ടുണ്ടാകും. പക്ഷേ അമ്മ പറയുന്ന ഒരു കാര്യം ഇതാണ്: നിങ്ങളുടെ ത്യാഗങ്ങൾ ദൈവം കാണുന്നുണ്ട്. നിങ്ങൾ ചെയ്ത നല്ല കാര്യങ്ങൾ ഒരിക്കലും വെറുതെയാകില്ല. രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുക്കുന്നവർക്ക് ജീവിതത്തിലെ ഒരു പ്രധാന പ്രശ്നമുണ്ടായിരിക്കാം. ഈ പ്രശ്നം നിങ്ങളെ ഏറെ നാളായി അലട്ടുന്ന ഒന്നായിരിക്കാം. അത് ഒരുപക്ഷെ ഒരു കുടുംബ പ്രശ്നമായിരിക്കാം, സാമ്പത്തിക പ്രശ്നമായിരിക്കാം, ജോലി സംബന്ധമായിട്ടുള്ള പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ മനസ്സിലെ ഒരു വിഷമമായിരിക്കാം. ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കാം. പക്ഷെ ആ ഒരു വിഷമം അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം നിങ്ങൾ നേരിടുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോൾ ഈ ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാൻ തുടങ്ങുന്ന സമയം വരുന്നു എന്നതാണ് ഇവിടെ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്ന സന്ദേശം. ചിലപ്പോൾ നമ്മൾ ഏറെ നാളായിട്ട് കാത്തിരുന്ന പരിഹാരം ഒരു ചെറിയ സംഭവത്തിലൂടെ തന്നെ വരാം. അത് സംഭവിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, ഇത് അമ്മയുടെ കൃപയാണ്. ഈ ചിത്രം തിരഞ്ഞെടുക്കുന്നവർക്ക് സാമ്പത്തികമായിട്ട് ഒരു മുന്നേറ്റം കാണാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് പണം സംബന്ധിച്ച് ചില ആശങ്കകൾ നിങ്ങൾക്കുണ്ടായിരിക്കാം. പക്ഷെ ഇപ്പോൾ ഒരു പുതിയ അവസരം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരികയാണ്. അത് ഒരുപക്ഷെ ഒരു പുതിയ ജോലിയാകാം, ഒരു ചെറിയ ബിസിനസ് അവസരമാകാം, അല്ലെങ്കിൽ ഒരു പുതിയ വരുമാന മാർഗമാകാം. ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കാം. ചിലപ്പോൾ നമ്മൾ ചെറിയതായിട്ട് കാണുന്ന അവസരങ്ങൾ പിന്നീട് വലിയ അനുഗ്രഹമായിട്ട് മാറാറുണ്ട്. രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുക്കുന്നവർക്ക് കുടുംബത്തിൽ ഒരു സന്തോഷകരമായിട്ടുള്ള സംഭവം നടക്കാൻ സാധ്യതയുണ്ട്. അത് ചിലപ്പോൾ ഒരു വിവാഹ വാർത്തയാകാം, ഒരു പുതിയ അംഗത്തിന്റെ വരവാകാം, അല്ലെങ്കിൽ ഒരു കുടുംബ പ്രശ്നം തീരുന്നതാകാം. ഇതിൽ ഏതെങ്കിലും ഒരു കാര്യമായിരിക്കാം. ഈ സംഭവം നിങ്ങളുടെ മനസ്സിൽ വലിയ സന്തോഷം നൽകും എന്നുള്ളതാണ്. ഈ ചിത്രം തിരഞ്ഞെടുക്കുന്നവർക്ക് ജീവിതത്തിലെ ഒരു പുതിയ വഴിക്ക് തുടക്കം കുറിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു ചെറിയ മാറ്റം പോലും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റത്തിന് കാരണമാകാം. ചിലപ്പോൾ നമ്മൾ പേടിച്ചിരുന്ന തീരുമാനമാണ് നമ്മുടെ ജീവിതം മാറ്റുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസങ്ങളിൽ വരുന്ന അവസരങ്ങളെ ശ്രദ്ധയോടെ നോക്കുക. രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുക്കുന്നവർക്ക് മനസ്സിൽ ഒരുപാട് ചിന്തകൾ ഉണ്ടാകാറുണ്ട്. നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചിന്തിക്കുന്നവരാണ്. പക്ഷേ ഇനി നിങ്ങളുടെ മനസ്സിന് ഒരു സമാധാനം ലഭിക്കുന്ന സമയമാണ് വരാൻ പോകുന്നത്. ചില കാര്യങ്ങൾ സ്വാഭാവികമായി തന്നെ ശരിയായ വഴിയിലേക്ക് പോകാൻ തുടങ്ങും. അത് നിങ്ങൾക്ക് ഒരു വലിയ ആശ്വാസം നൽകും. നിങ്ങളുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ നടക്കാൻ തുടങ്ങുമ്പോൾ ചിലർക്ക് അത് ഇഷ്ടമല്ലാതിരിക്കാം. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പങ്കുവയ്ക്കേണ്ടതില്ല എന്ന സത്യം തിരിച്ചറിയുക. ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്നതാണ് നല്ലത്. രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുക്കുന്നവർക്ക് ഒരു ചെറിയ പ്രാർത്ഥന ചെയ്യാം. ഒരു ദിവസം അമ്മയെ മനസ്സിൽ ധ്യാനിച്ച് ഈ വാക്കുകൾ പറയുക: അമ്മേ നാരായണ, ദേവി നാരായണ, എൻ്റെ ജീവിതത്തിലെ തടസ്സങ്ങൾ നീക്കിയണമേ. ഈ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പോസിറ്റീവ് ഊർജം സൃഷ്ടിക്കും. രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുക്കുന്നവർക്ക് അമ്മ പറയുന്ന പ്രധാന സന്ദേശം ഇതാണ്: നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു മാറ്റത്തിന്റെ സമയം ആരംഭിക്കുകയാണ്. കഴിഞ്ഞ കാലത്തെ ബുദ്ധിമുട്ടുകൾ നിങ്ങളെ ശക്തരാക്കിയിരിക്കുന്നു. ഇനി അമ്മയുടെ അനുഗ്രഹം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ അവസരം തുറക്കാൻ പോവുകയാണ്. രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവർ കമന്റ് ബോക്സിൽ അമ്മേ നാരായണ എന്ന് രേഖപ്പെടുത്തുക. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ചോറ്റാനിക്കര ഭഗവതിയുടെ കടാക്ഷവും അനുഗ്രഹവും എന്നും ഉണ്ടാകട്ടെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് നിങ്ങളുടെ തൊടുകുറി ഫലങ്ങളായിട്ട് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് മൂന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള സന്ദേശങ്ങളാണ് പറയുന്നത്. മൂന്നാമത്തെ ചിത്രം തിരഞ്ഞെടുക്കുന്ന എല്ലാ ഭക്തർക്കും ചോറ്റാനിക്കര അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ ഈ മൂന്നാമത്തെ ഭാവം തിരഞ്ഞെടുക്കുന്നത് വെറും ഒരു യാദൃശ്ചിക കാര്യമല്ല. പലപ്പോഴും നമ്മുടെ മനസ്സ് ഒരു പ്രത്യേക ദൈവിക ഊർജത്തിലേക്ക് ആകർഷിക്കപ്പെടുമ്പോൾ അത് നമ്മളിലേക്ക് എത്തുന്ന ഒരു സന്ദേശമായിരിക്കും. മൂന്നാമത്തെ ചിത്രം തിരഞ്ഞെടുക്കുന്നവർ സാധാരണയായി വളരെ ശക്തമായ മനസ്സുള്ള ആളുകളായിരിക്കും. ജീവിതത്തിലെ ഒരുപാട് പരീക്ഷണങ്ങൾ നിങ്ങൾ നേരിട്ടിട്ടുണ്ടാകാം. ചിലപ്പോൾ മറ്റുള്ളവർക്ക് എളുപ്പത്തിൽ ലഭിക്കുന്ന കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് വൈകിയാണ് ലഭിച്ചതെന്ന് തോന്നിയിട്ടുണ്ടാകാം. ഇത് പലപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഒരു ചോദ്യം ഉണ്ടാക്കിയിട്ടുണ്ടാകാം: എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ കാര്യങ്ങൾ ഇങ്ങനെ സംഭവിക്കുന്നത്? പക്ഷേ അമ്മ പറയുന്ന ഒരു സത്യം ഇതാണ്: നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരാൻ പോകുന്ന സമയത്താണ് പലപ്പോഴും കൂടുതൽ പരീക്ഷണങ്ങൾ വരുന്നത്. മൂന്നാമത്തെ ചിത്രം തിരഞ്ഞെടുക്കുന്നവർക്ക് ജീവിതത്തിൽ ഒരു വലിയ മാറ്റം സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇത് ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ദിശ തന്നെ മാറ്റുന്ന ഒരു കാര്യമാകാം. അത് ഒരുപക്ഷെ ഒരു പുതിയ ജോലിയാകാം, ഒരു വലിയ അവസരമാകാം,
ഒരു ജീവിത തീരുമാനമോ അല്ലെങ്കിൽ ഒരു പുതിയ തുടക്കമോ ആകാം. ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കാം. ചിലപ്പോൾ നമ്മൾ കരുതാത്ത സമയത്താണ് നമ്മുടെ ജീവിതത്തിലെ വലിയ മാറ്റങ്ങൾ വരുന്നത്. മൂന്നാമത്തെ ചിത്രം തിരഞ്ഞെടുക്കുന്നവർക്ക് സാമ്പത്തികമായിട്ട് ഒരു പുരോഗതി കാണാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് നിങ്ങൾ സാമ്പത്തികമായി കുറച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ടാകാം. പക്ഷെ ഇപ്പോൾ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഒരു പുതിയ അവസരം തുറക്കാൻ സാധ്യതയുണ്ട്. ഇത് ഒരുപക്ഷെ ഒരു പുതിയ വരുമാന മാർഗമാകാം, ഒരു പുതിയ ജോലിയാകാം, അല്ലെങ്കിൽ ജോലിയിൽ തന്നെ ഒരു പുരോഗതി ആകാം, അല്ലെങ്കിൽ ഒരു നല്ല അവസരമാകാം. ഇതിൽ ഏതെങ്കിലും ആയിരിക്കാം. ഈ ചിത്രം തിരഞ്ഞെടുക്കുന്നവർക്ക് ഒരു പുതിയ വ്യക്തി ജീവിതത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല മാറ്റത്തിന് കാരണമാകാം. അത് ഒരുപക്ഷെ ഒരു നല്ല സുഹൃത്താകാം, ഒരു സഹായകരമായ വ്യക്തിയാകാം, അല്ലെങ്കിൽ ഒരു ബന്ധമാകാം. ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കാം. ഈ വ്യക്തിയുടെ വരവ് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ വഴികൾ തുറക്കാൻ സഹായിക്കും എന്നുള്ളതാണ്. മൂന്നാമത്തെ ചിത്രം തിരഞ്ഞെടുക്കുന്നവർക്ക് ഒരു പ്രത്യേക ഗുണം കാണാനായിട്ട് കഴിയും. നിങ്ങൾ പലപ്പോഴും വളരെ ആഴത്തിൽ ചിന്തിക്കുന്ന ആളുകളായിരിക്കും. നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ വളരെ ഗൗരവമായി ആലോചിക്കുന്നവരാണ്. പക്ഷെ ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കഴിവുകളെ തന്നെ സംശയിച്ചിട്ടുണ്ടാകും. പക്ഷെ ഇനി നിങ്ങളുടെ ആത്മവിശ്വാസം ഉയരുന്ന സമയമാണ് വരാൻ പോകുന്നത്. നിങ്ങൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ അത്ഭുതം തോന്നിക്കുന്ന വിധത്തിൽ വിജയിക്കാം. മൂന്നാമത്തെ ചിത്രം തിരഞ്ഞെടുക്കുന്നവർക്ക് മനസ്സിൽ ഒരുപാട് ചിന്തകൾ ഉണ്ടാകാറുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഒറ്റയ്ക്ക് തന്നെ സഹിക്കുന്നവരാണ്. പക്ഷെ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സമാധാനം എത്താൻ തുടങ്ങും. ചില പ്രശ്നങ്ങൾ സ്വാഭാവികമായി തന്നെ പരിഹാരത്തിലേക്ക് പോകും. നിങ്ങളുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ നടക്കാൻ തുടങ്ങുമ്പോൾ ചിലർക്ക് അത് ഇഷ്ടമല്ലാതിരിക്കാം. അതുകൊണ്ട് നിങ്ങളുടെ പദ്ധതികളും ലക്ഷ്യങ്ങളും എല്ലാവരോടും പറയേണ്ടതില്ല. ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്നതാണ് നല്ലത്. മൂന്നാമത്തെ ചിത്രം തിരഞ്ഞെടുക്കുന്നവർക്ക് ഒരു ചെറിയ പ്രാർത്ഥന ചെയ്യാം. ഒരു ദിവസം അമ്മയെ മനസ്സിൽ ധ്യാനിച്ച് ഈ വാക്കുകൾ പറയുക: അമ്മേ നാരായണ, ദേവി നാരായണ, എൻ്റെ ജീവിതത്തിൽ നല്ല വഴികൾ തുറക്കണമേ. ഈ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പോസിറ്റീവ് ഊർജം നൽകും. മൂന്നാമത്തെ ചിത്രം തിരഞ്ഞെടുക്കുന്നവർക്ക് അമ്മ പറയുന്ന പ്രധാന സന്ദേശം ഇതാണ്: നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു പുതിയ അധ്യായം തുടങ്ങാൻ പോകുന്നു. കഴിഞ്ഞ കാലത്തെ ബുദ്ധിമുട്ടുകൾ നിങ്ങളെ ശക്തരാക്കിയിരിക്കുന്നു. ഇനി അമ്മയുടെ അനുഗ്രഹം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ പ്രകാശം തെളിയാൻ പോകുന്നു. മൂന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവർ കമന്റ് ബോക്സിൽ അമ്മേ നാരായണ എന്ന് രേഖപ്പെടുത്തുക. നിങ്ങൾക്കും കുടുംബത്തിനും ചോറ്റാനിക്കര അമ്മയുടെ അനുഗ്രഹവും സംരക്ഷണവും എന്നും ഉണ്ടാകട്ടെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മൂന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ സന്ദേശങ്ങളായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എത്രമാത്രം കൃത്യമായിട്ട് തോന്നുന്നുണ്ട് എന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം ദേവിയിൽ വിശ്വസിക്കുന്ന, ചോറ്റാനിക്കര ഭഗവതിയിൽ വിശ്വസിക്കുന്ന, അമ്മയെ വിശ്വസിക്കുന്ന എല്ലാവരും അമ്മേ നാരായണ എന്ന് കമന്റ് ബോക്സിൽ എഴുതുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നന്ദി.